ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മളങ്ങനെ പുതിയൊരു ലെക്ചർ സീരീസിലോട്ടാണ് കിടന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിലോട്ടാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും നാളത്തെ ഒരു ഫ്യൂച്ചർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ അതിന് റിക്വയർഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഇതുവരെയുള്ള ലെക്ചർ സീരീസിൽ കവർ ചെയ്തിട്ടുണ്ടായത്. ഇനി നമുക്ക് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലോട്ട് നമുക്ക് എൻട്രി ചെയ്യാം. അപ്പം ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് എന്താണ് ഹോസ്പിറ്റൽസ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഹോസ്പിറ്റൽ ഉണ്ടാകും, അതിൻ്റെ ഡെഫിനിഷൻസ്, ഹോസ്പിറ്റലിലെ ക്ലാസിഫിക്കേഷൻ, അതേപോലെ ഹോസ്പിറ്റൽ ഫങ്ഷൻസ്, ഹോസ്പിറ്റലിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രൊഫഷണൽസും അവരുടെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സസ് കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം. എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും നാട്ടിൽ എന്താണ് ഒന്നോ രണ്ടോ ഹോസ്പിറ്റൽസുകളായിട്ട്, അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റലുകളായിരിക്കും. ഒന്നില്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പകൽ മാത്രം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസുകളായിരിക്കും, ചിലത് ഭയങ്കര എല്ലാ സ്പെഷ്യാലിറ്റിയോട് കൂടിയുള്ള ഹോസ്പിറ്റൽസുകളായിരിക്കും. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ അല്ലെങ്കിൽ എന്തിനെയാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, ഇതിലോട്ട് പോകാം. Hospitals are the fundamental institutions in the healthcare system, playing a pivotal role in the society's well-being. They are the places where medical care, healing, and hope coverages. In this introduction, we delve into the multifaceted world of hospitals, exploring their significance, functions, and the essential role they play in our lives. For hospitals, healthcare facility, healthcare system, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബേസ് എന്ന് പറയാൻ നമുക്ക് ഹോസ്പിറ്റൽസുകൾ. ഈ ഹോസ്പിറ്റൽ ഇല്ലാതെ നമുക്കൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി നിലനിൽക്കുന്നില്ല. ഓക്കെ, അതേപോലെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റൽസുകൾ ഫങ്ഷൻ ചെയ്യുന്നത്? അത് നമ്മുടെ ലൈഫ് ബെറ്റർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ്. ഹോസ്പിറ്റൽസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു ഡേഞ്ചറോ അല്ലെങ്കിൽ ഒരു സാഡ് ന്യൂസസ് തരുന്നൊരു ഏരിയ അല്ല, മറിച്ച് അത് ഗുഡ് ഏരിയാസ് കൂടി. ഇപ്പം ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള വിമൻ, അവരുടെ 9 months ഓഫ് കൺസീവിങ് പീരീഡ് കഴിഞ്ഞിട്ട് അവർക്കൊരു ഹോപ്പാണ്, യെസ്, അവരുടെ ഒരു ബേബി 9 months പാച്ചുറേഷൻ ടൈം കഴിഞ്ഞിട്ട് വേൾഡിലോട്ട് വരികയാണ്. അതൊരു ഹാപ്പിനെസ് ആണ്. ഓക്കെ, കുറേ കാലമായിട്ട് ഒരു പെർട്ടിക്കുലർ ഡിസീസസിൻ്റെ സിംറ്റംസും സയൻസും ഇതൊക്കെ ഏറ്റിക്കൊണ്ട് വേദനയൊക്കെ സഹിച്ച് ജീവിച്ചവർക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹോപ്പാണ്, ഈ വേദന എല്ലാം നിന്നു പോകാൻ പോവുകയാണ്, ഇല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഇതോടുകൂടി നിൽക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവസാനിക്കാൻ പോകുകയാണ് എന്നുള്ള എല്ലാവരുടെയും ഒരു ഹോപ്പാണ് ഹോസ്പിറ്റൽസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് മെഡിക്കൽ സർവീസസും അതേപോലെ ഹീലിങ്സുകളാണ് നമുക്ക് ഹോസ്പിറ്റൽസുകളിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ഇപ്പം പുറത്ത് വെച്ച് ഒരു ഫെസിലിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റുമോ? അല്ല, മറിച്ച് നമുക്കതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഡെഫിനിഷൻ വേണം. എന്തിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് WHO എന്താണ് ഹോസ്പിറ്റൽസിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. A hospital is an integral part of social and medical organization, the function of which is to provide for the population a complete health care, both curative and preventive. Its outpatient services reach out to the family in its home environment. The hospital is also a center for training of health workers and for biosocial research activities. നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകാം. ഫസ്റ്റ് വൺ, എ ഹോസ്പിറ്റൽ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഓർഗനൈസേഷൻ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കുന്ന അതേപോലെ മെഡിക്കൽ സർവീസസ് നൽകുന്ന ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ്, അല്ലെങ്കിൽ അതിലോട് ലയിച്ചിരിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇവരുടെ ഫങ്ഷൻ എന്താണ്? മെഡിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, കംപ്ലീറ്റ് ഹെൽത്ത് കെയർ, അവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവനുമായിട്ടും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. എങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസാണ്? അത് എയ്തർ പ്രിവെൻറ്റീവ് ആവാം അല്ലെങ്കിൽ ക്യൂറേറ്റീവ് ആകാം. എന്താണ് ഈ പ്രിവെൻറ്റീവും ക്യൂറേറ്റീവും?
പ്രിവെൻറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ നമ്മൾ വാക്സിൻസ് എടുക്കുക. എന്താണ് വാക്സിൻസ്? നമ്മളെല്ലാവരും ഒരു കോവിഡ് കാലഘട്ടത്തിലൂടെ പോയതാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവരും വാക്സിൻസ് എടുത്തു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു വാക്സിൻസ് എടുത്തത്? മോസ്റ്റ്ലി നമുക്ക് ആ ഒരു കോവിഡ് എന്ന് പറഞ്ഞ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ്. നമ്മളൊരു ന്യൂ ബോൺ ബേബി ജനിച്ചത് തൊട്ടിട്ട് അവർക്ക് നമ്മൾ വാക്സിൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് 6 മാസത്തോട്ട്, പിന്നെ 1 ഇയർ, 3 ഇയർ, 5 ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിസീസസ് അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി വന്നാൽ പോലും അതിൻ്റെ സിംറ്റംസുകളൊക്കെ കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? വാക്സിൻസുകൾ കൊടുക്കുന്നത്. അപ്പോൾ വാക്സിൻസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റുകളാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്നത് എന്തിനാ? അഥവാ നമ്മൾ വീണാൽ പോലും നമ്മുടെ തലക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി. അതൊരു പ്രിവെൻഷനാണ്. അതേപോലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റൽസുകൾ പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ്സുകൾ നൽകുന്നുണ്ട്. അതേപോലെ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് വന്നൊരു അസുഖത്തിനെ അവരെന്താക്കുകയാണ്? ട്രീറ്റ് ചെയ്ത് അതിനെ ഭേദമാക്കിയെടുക്കുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിനെയാണ് ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡെഫിനിഷൻ്റെ നെക്സ്റ്റ് പാർട്ടിലോട്ട് പോകാം. ഇറ്റ്സ് ഔട്ട് പേഷ്യൻറ്റ് സർവീസസ് റീച്ച് ഔട്ട് ടു ദ ഫാമിലി ഇൻ ഇറ്റ്സ് ഹോം എൻവയോൺമെൻറ്റ്. ഈ ഹോസ്പിറ്റലുകൾക്ക് വെറും അഡ്മിറ്റ് ആവുക അല്ലെങ്കിൽ ആ ഒരു സർവീസസ് മാത്രമല്ല, അതിൻ്റെ ഔട്ട് പേഷ്യൻറ്റ് സർവീസസ്, അതായത് പുറത്ത് നിന്ന് വന്നു പോകുന്നവർക്ക് പോലും അവരെന്തൊക്കെയാണ്? നമ്മുടെ ഡോക്ടറിൻ്റെ ഫെസിലിറ്റിയും ലാബിൻ്റെ ഫെസിലിറ്റിയും എല്ലാം എല്ലാവർക്കും കിട്ടുന്ന പോലെ ആയിരിക്കണം അതിൻ്റെ ഫങ്ഷനിങ് എന്നാണ് പറയുന്നത്. ദ ഹോസ്പിറ്റൽ ഈസ് ഓൾസോ എ സെൻറ്റർ ഫോർ ട്രെയിനിങ് ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് ഫോർ ദ സോഷ്യൽ റിസർച്ച് ആക്ടിവിറ്റീസ്. പോരാത്തതിൻ്റെ മെഡിക്കൽ സർവീസസ് മാത്രമല്ല അവിടെ കിട്ടുന്നത്. അവിടെ എന്താണ്? ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ട്രെയിനിങ് ആക്ടിവിറ്റീസുകൾ. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജസിൽ ഡോക്ടറുകൾ എന്താണ്? ഡോക്ടേഴ്സ് ആകുന്നത് എങ്ങനെയാണ്? അവർ തിയറി ഭാഗങ്ങളും പ്രാക്ടിക്കൽ ഭാഗങ്ങളൊക്കെ ആദ്യം പഠിച്ചെടുക്കുന്നു. എന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ഒരു പേഷ്യൻസിനോട് എങ്ങനെയാണ് അസുഖം വരുന്നത്, അതെങ്ങനെയാണ് സിംറ്റംസ് ഡീൽ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ മെഡിസിൻസ് കൊടുക്കണം എന്നുള്ള ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്സുകൾ ഉണ്ടാവുള്ളൂ. കാരണം ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിനും കാണിക്കുന്നത് ഡിഫറെൻറ്റ് രീതികളിലായിരിക്കും. അപ്പോൾ ഒരേപോലെ എല്ലാവർക്കും നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ടുപോകാൻ പറ്റില്ല. അതിൽ വ്യത്യാസങ്ങൾ വരാം. ഇത് നമുക്ക് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ കൊണ്ടാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് എവിടെ നിന്നാണ് ട്രെയിനിങ് കിട്ടുന്നത്? ഈ ഹോസ്പിറ്റൽസുകളിൽ നിന്നാണ് ട്രെയിനിങ്സ് കിട്ടുന്നത്. അതേപോലെ ബയോ സോഷ്യൽ റിസർച്ച് ആക്ടിവിറ്റീസുകൾ. നമ്മളൊരു മരുന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസർച്ച് ആക്ടിവിറ്റികൾ, ഇല്ലെങ്കിൽ ഒരു അസുഖത്തിൻ്റെ റിസർച്ച് ആക്ടിവിറ്റികൾ, അങ്ങനെ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിസർച്ച് ആക്ടിവിറ്റികളും സ്റ്റാർട്ട് ചെയ്യുന്നതും ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാനൊന്നുകൂടി പറയാം. ഹോസ്പിറ്റൽ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഓർഗനൈസേഷൻ, ദ ഫങ്ഷൻ ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫോർ ദ പോപ്പുലേഷൻ എ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ, both curative and preventive. Its outpatient services reaches out to the family in its home environment. The hospital is also a center for training of healthcare workers and biosocial research activities. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് WHO ആണ്. നെക്സ്റ്റ് പാർട്ടിലോട്ട് കിടക്കുമ്പം ഇത് ക്യൂറേറ്റീവ് എന്താണ്, പ്രിവെൻറ്റീവ് എന്താണ് എന്നതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ്. ക്യൂറേറ്റീവ് എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ഓൺ ട്രീറ്റിംഗ് എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷൻസ് ആൻഡ് ഇൽനെസ് ഇൻക്ലൂഡിങ് സർജറീസ്, തെറാപ്പീസ് ടു റീസ്റ്റോർ ദ ഹെൽത്ത്. ഓൾറെഡി സംഭവിച്ച ഒരു കാര്യത്തിന് നമ്മൾ എന്താക്കുകയാണ്? റീസ്റ്റോർ, തിരിച്ച് പഴയ രീതിയിലോട്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സുകൾ എന്ന് പറയുന്നതും. പ്രിവെൻറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിംഡ് അറ്റ് proactively maintaining health by preventing the onset or spread of diseases through vaccination, screening and health education. ഒരു പെർട്ടിക്കുലർ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് മോണിറ്റർ ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ്സുകൾ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് വാക്സിനേഷൻസ്, സ്ക്രീനിങ്ങുകൾ. സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗനിർണയങ്ങൾ. നമ്മളിപ്പോൾ ബ്രസ്റ്റ് അവെയർനെസ് ഇല്ലെങ്കിൽ ഡയബറ്റീസ് അവെയർനെസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സ്ക്രീൻ ചെയ്യാറുണ്ട്.
അതേപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സസ്, അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള അറിവുകൾ കൊടുക്കുക, എങ്ങനെ നമുക്കതിൻ്റെ പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ ലൈഫ് സ്റ്റൈലുകൾ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെയാണ് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ്സിന് എക്സാമ്പിൾസ് ആയിട്ട് പറയപ്പെടുന്നത്. നെക്സ്റ്റ്, നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടം നമ്പർ ഓഫ് ഹോസ്പിറ്റൽസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചെറിയതുണ്ടാകാം, വലുതുണ്ടാകാം. ചില ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ജസ്റ്റ് വന്ന് കൺസൾട്ടേഷൻ ചെയ്യുന്നതേ ഉള്ളൂ. ചില ഹോസ്പിറ്റലുകളിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഓരോ ഡൊമൈൻസുകളാണ് പറഞ്ഞത് എങ്ങനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് WHO ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. റീജിയൻസിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാം. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലെങ്ത് ഓഫ് സ്റ്റേനെ കുറിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബെഡ് കപ്പാസിറ്റി, ടൈപ്പ് ഓഫ് കെയർ, സിസ്റ്റം ഓഫ് കെയർ. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇത് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇനിയും ക്ലാസിഫിക്കേഷൻസുകളൊക്കെ വരാനുണ്ട്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അക്രഡിറ്റേഷനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നാഷണൽ ബോഡിയാണോ ഇൻ്റർനാഷണൽ ബോഡിയാണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. എന്തൊക്കെയാണ് ഓരോ ക്ലാസിഫിക്കേഷൻസിലും വരുന്നത്? അതിന് WHO ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് റീജിയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം WHO ക്ലാസിഫിക്കേഷൻസിൽ പറയുന്നത് റീജിയണൽ ഹോസ്പിറ്റൽസ്, ഇൻ്റർമീഡിയറ്റ് ഓർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ദെൻ വി ഹാവ് സ്റ്റേറ്റ് ഹോസ്പിറ്റൽസുകൾ. ഓക്കെ, റീജിയണൽ ഹോസ്പിറ്റൽസുകൾ എന്ന് പറയുന്നത് സെർവ്സ് ലാർജർ റീജിയൻസ് ആൻഡ് പ്രൊവൈഡ് മോർ എക്സ്റ്റെൻറ്റീവ് മെഡിക്കൽ സർവീസസ്. അതായത് റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ഹോസ്പിറ്റൽസുകൾ എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സുകളും സ്പെഷ്യാലിറ്റികളൊക്കെ ഉണ്ടാകും. ഇനി ഇൻ്റർമീഡിയറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്ക് ഹോസ്പിറ്റൽസുകളോ താലൂക്ക് ഹോസ്പിറ്റൽസുകളോ പോലെയാണ്. അവിടെ എല്ലാ സർവീസസും നമുക്കില്ലെങ്കിൽ ഹൈലി എക്യുപ്ഡ് ആയിരിക്കില്ല, എന്നാൽ പോലും ബേസിക് ആയിട്ടുള്ളതിനെക്കാട്ടി കുറച്ചും കൂടി ലെവലപ്പ് ആയിട്ടുള്ള സർവീസസുകൾ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഹോസ്പിറ്റലിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസുകളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് റൂറൽ ഹോസ്പിറ്റൽസുകൾ. ഈ റൂറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂറൽ ഏരിയാസിൽ തീരെ ഹെൽത്ത് കെയർ ആക്സസ് ഇല്ലാത്തവർക്ക് ബേസിക് ആയിട്ടുള്ള നീഡുകൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സർവീസസുകളെയാണ് നമ്മൾ റൂറൽ ഹോസ്പിറ്റൽസുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ WHO 3 ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്ന് റീജിയണൽ ഹോസ്പിറ്റൽ ഓർ സ്റ്റേറ്റ് ഹോസ്പിറ്റൽസ്, ഇൻ്റർമീഡിയറ്റ് ഓർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, റൂറൽ ഹോസ്പിറ്റൽസ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്. എന്ന് പറയുന്നത് അവർ എന്തിനു വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്നു, എന്തൊക്കെ ഫങ്ഷൻസുകളാണ് അവർ കൊടുക്കുന്നത്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറൽ ഹോസ്പിറ്റൽസുകളാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസുകളാണ്. നെക്സ്റ്റ് റൂറൽ ഹോസ്പിറ്റൽസുകളാണ്. ദെൻ ടീച്ചിങ് ഹോസ്പിറ്റൽസുകളാണ്. ജനറൽ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ജനറൽ ആയിട്ടുള്ള സർവീസസുകൾ മാത്രമേ കിട്ടുകയുള്ളൂ, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. ഓക്കെ, റൂറൽ ഹോസ്പിറ്റൽസുകൾ എന്ന് പറയുമ്പോൾ റൂറൽ ഏരിയാസിൽ നമുക്ക് തീരെ ആക്സസ് ഇല്ലാത്ത ഹെൽത്ത് കെയർ ആക്സസ് ഇല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കിട്ടുന്ന ഹോസ്പിറ്റൽസുകളെയാണ് നമ്മൾ റൂറൽ ഹോസ്പിറ്റൽസുകൾ എന്ന് പറയുന്നത്. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസസുകൾ, മോസ്റ്റ്ലി നമുക്ക് അവിടെ എല്ലാ ടൈപ്പ് ഓഫ് സർവീസസുകൾ കിട്ടും. ഈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ തന്നെ നമ്മൾ പിന്നെയും സിംഗിൾ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റികൾ എന്ന് പറയുന്നു. സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സിംഗിൾ ഇതായിരിക്കും അവർ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഡെർമറ്റോളജി മാത്രമുള്ള ഹോസ്പിറ്റൽ, ഡെൻ്റൽ സർവീസുകൾ മാത്രം കിട്ടുന്ന ഹോസ്പിറ്റൽസുകൾ. മൾട്ടി സ്പെഷ്യാലിറ്റികൾ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ്, നമുക്ക് എല്ലാ സ്പെഷ്യാലിറ്റികളും കിട്ടും. അതിൽ ഡെർമറ്റ് ഉണ്ടാകും, ഡെൻ്റൽ ഉണ്ടാകും, കാർഡിയോളജി ഉണ്ടാകും, പൾമനറി ഉണ്ടാകും. നമ്മുടെ ശരീരത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസുകളാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസുകൾ. അതേപോലെ അവിടെ എക്യുപ്മെൻറ്റോ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കുറച്ചുകൂടി ലെവലപ്പ് ആയിട്ടാണ് ഉണ്ടാകുന്നത്.
നെക്സ്റ്റ് വരുന്നതാണ് ടീച്ചിങ് ഹോസ്പിറ്റൽസ്. എന്തായിരിക്കും ഈ ടീച്ചിങ് ഹോസ്പിറ്റൽസ്? നിങ്ങളെല്ലാവരും ഫെമിലിയർ ആയിരിക്കും. നമ്മളെല്ലാവരും എന്താണ് +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ കോളേജസിലോട്ട് ഒരു ഡോക്ടറൊക്കെ ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജസിൽ നിന്നാണ് നമുക്ക് എന്താകുന്നത്, ഈ ട്രെയിനിങ്ങും പഠിത്തമൊക്കെ കിട്ടുന്നത്. അതേപോലെ അതായത് മെഡിക്കൽ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസുകളെയാണ് നമ്മൾ ടീച്ചിങ് ഹോസ്പിറ്റൽസുകൾ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് തന്നെ കേരളത്തിൽ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ഉണ്ട്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഉണ്ട്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിന് എക്സാമ്പിൾ പറയുമ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ്, തൃശ്ശൂർ, ഇതെല്ലാം മെഡിക്കൽ കോളേജസ്. ഇനി പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ആകുമ്പോൾ നമുക്ക് അമൃത മെഡിക്കൽ കോളേജ്, KMCT മെഡിക്കൽ കോളേജ്, ഇതും പ്രൈവറ്റ് മെഡിക്കൽ കോളേജസുകളാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓണർഷിപ്പ്. അത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ആരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്, ഇത് ആരുടെ പേരിലാണ് ഓണർഷിപ്പ് ഉള്ളത്, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഒന്ന് ഗവൺമെൻറ്, നെക്സ്റ്റ് വൺ പ്രൈവറ്റ്, തേർഡ് വൺ സെമി ഗവൺമെൻറ്, ദെൻ വോളണ്ടറി ഹോസ്പിറ്റൽസ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും ഓണർഷിപ്പും എല്ലാം ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ്റ്സുകളാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സോ സെൻട്രൽ ഗവൺമെൻറ്റ്സുകളോ ആയിരിക്കും. ഇനി നോൺ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസുകൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ ഓണർഷിപ്പിൽ വരുന്നതിനെയാണ് നമ്മൾ നോൺ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസുകൾ എന്ന് പറയപ്പെടുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോകാം. സെമി ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്. എന്തായിരിക്കും ഈ സെമി ഗവൺമെൻറ്? നിങ്ങളൊക്കെ ഗവൺമെൻറ് സ്കൂൾസിലൊക്കെ പഠിച്ചവർക്കൊക്കെ അറിയാം, അവർക്ക് ചിലപ്പം എയ്ഡഡ് സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളും എന്ന് പറഞ്ഞിട്ടുണ്ടാകും. എന്താണ് ഈ എയ്ഡഡും അൺഎയ്ഡഡും? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവർ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരിക്കലും ഇല്ല. അത് ഓണർഷിപ്സിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പം സെമി ഗവൺമെൻറ് എന്ന് പറയുന്നത് അത് 2 എൻറ്റൈറ്റീസ്, ഗവൺമെൻറ്റും അതേപോലെ പ്രൈവറ്റുകാരും കൂടി ചേർന്നിട്ട് നടത്തുന്ന ഒരു ഹോസ്പിറ്റലിനെയാണ് നമ്മൾ സെമി ഗവൺമെൻറ് ഹോസ്പിറ്റൽസുകൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് ഒരു പ്രൈവറ്റ് ആളുടെ പേരിലോ ഇല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പേരിലോ ആയിരിക്കും, പക്ഷെ അത് റൺ ചെയ്യുന്നത് ഗവൺമെൻറ്റുകളായിരിക്കും. ഓക്കെ, ഇപ്പം നമുക്കൊരു കോവിഡ് സമയത്ത് കോവിഡ് ഹോസ്പിറ്റലുകൾ വളർന്നു. ഇപ്പോൾ കാസർഗോഡിൽ ടാറ്റക്കാർ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടൊരു കോവിഡ് ഹോസ്പിറ്റൽ ക്രിയേറ്റ് ചെയ്തു. അത് ടാറ്റൻ്റെതാണ് ഹോസ്പിറ്റൽസുകൾ, പക്ഷെ അത് റൺ ചെയ്തത് ഫുള്ള് നമ്മുടെ കേരള ഗവൺമെൻറ്റാണ്. അതൊരു സെമി ഗവൺമെൻറ് ഹോസ്പിറ്റൽസുകളാണ്. നെക്സ്റ്റ് വരുന്നത് വോളണ്ടറി ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസുകളാണ്. വോളണ്ടറി ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ്. അവർ സർവീസുകൾ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഹോസ്പിറ്റൽസുകളാണ് നോൺ വോളണ്ടറി ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് ഓഫ് സ്റ്റേ. നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ എത്ര ദിവസം അവിടെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഷോർട്ട് ടേം സ്റ്റേ. അതിൻ്റെ വേർഡ് തന്നെ പറയുന്നുണ്ട്, ഷോർട്ട് ടേം സ്റ്റേ. എന്താണ് ഷോർട്ട് ടേം? അതെ, വളരെ ചെറിയൊരു കാല പീരീഡിന് മാത്രമേ നമ്മളവിടെ സർവീസസുകൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് 1 മണിക്കൂർ 2 മണിക്കൂർ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് ചിലപ്പോൾ എൻ്റെ കൺസിഡറേഷൻസിൽ 5 ദിവസം എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും, ചില ആൾക്കാർക്ക് അത് 1 മണിക്കൂറായിരിക്കും ചെറുത്. അപ്പോൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് 30 ദിവസം വരെയുള്ള എല്ലാ സർവീസസിനെയും നമ്മൾ ഷോർട്ട് ടേം എന്നും 30 ദിവസത്തിൻ്റെ കൂടുതലാണ് ഹോസ്പിറ്റലിൽ നിന്ന് സർവീസ് എടുക്കുന്നതെങ്കിൽ അതിനെ ലോങ് ടേം സർവീസസുകൾ എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റേ നമ്മളവിടെ താമസിക്കുന്നത് ചെറിയ 30 ദിവസത്തിൽ താഴെയാണെങ്കിൽ അതിനെ ഷോർട്ട് ടേം സ്റ്റേ എന്നും 30 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ അതിനെ ലോങ് ടേം സ്റ്റേ എന്നുമാണ് പറയപ്പെടുന്നത്. ഇനി ബെഡ് കപ്പാസിറ്റി. ബെഡ് കപ്പാസിറ്റീനെ അനുസരിച്ചിട്ടാണ് നമ്മളൊരു ഹോസ്പിറ്റൽ വലുതാണോ ചെറുതാണോ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഒരിക്കലും അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സൈസോ അവർക്ക് എത്ര സ്ഥലമുണ്ടോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടല്ല. എത്ര ഹോസ്പിറ്റൽ ബെഡ്സുകളുണ്ട്, എത്ര പേഷ്യൻസിനെ നമുക്ക് അറ്റ് എ ടൈം അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈസ് അല്ലെങ്കിൽ ബെഡ് കപ്പാസിറ്റി. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസുകളെ 3 ടൈപ്പ് ഓഫ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് സ്മോൾ ഹോസ്പിറ്റൽസ്, മീഡിയം ഹോസ്പിറ്റൽസ് ആൻഡ് ലാർജ് ഹോസ്പിറ്റൽസുകൾ എന്നാണ്.
ഇപ്പോൾ സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ 100 ബെഡ്സ് വരെയുള്ള. ഓക്കെ, മീഡിയം ഹോസ്പിറ്റൽസുകൾ എന്ന് പറയുന്നത് 101 മുതൽ 300 ബെഡ്സുകൾ വരെയുള്ള ഹോസ്പിറ്റൽസുകളെ നമ്മൾ മീഡിയം ഹോസ്പിറ്റൽസുകൾ എന്നാണ് പറയപ്പെടുന്നത്. ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാലോ 300-ൽ കൂടുതൽ ബെഡുകൾ വേണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് കെയർ. അവിടെ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ എന്ത് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഡിഫറെൻറ്റ് സിസ്റ്റംസ് യൂസ് ചെയ്യാറുണ്ടാവും. ചില ആൾക്കാർക്ക് അലോപ്പതിക് മെഡിസിൻസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നുകളോടായിരിക്കും താല്പര്യം വരുന്നത്. അപ്പം അങ്ങനെ ഇംഗ്ലീഷ് മെഡിസിൻസ് ഓർ മോഡേൺ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസുകളെയാണ് നമ്മൾ അലോപ്പതിക് മെഡിസിൻസ് എന്ന് പറയാറ്. ഇനി ആയുർവേദിക് മെഡിസിൻസ്, ആയുർവേദിക് പ്രിൻസിപ്പിൾസ് പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളെ ആയുർവേദിക് ഹോസ്പിറ്റൽസുകൾ എന്ന് പറയും. യുനാനി ഹോസ്പിറ്റൽസ്, സിദ്ധ ഹോസ്പിറ്റൽസ്, യോഗ ആൻഡ് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽസ്, ഹോമിയോപ്പതി ഹോസ്പിറ്റൽസുകൾ, അങ്ങനെ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻസുകൾ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ഒരിക്കലും എന്താവില്ല 2 or 3 സിസ്റ്റംസ് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു ഹോസ്പിറ്റൽ ഫങ്ഷൻ ചെയ്യില്ല. കാരണം അത് ട്രീറ്റ്മെൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യില്ല, മറിച്ച് അത് വേഴ്സൺ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴും എന്താക്കണം, ഏതെങ്കിലും ഒരു സിസ്റ്റംസിലോട് നമ്മൾ ഒരിക്കലും അലോപ്പതിയാണ് നല്ലത് അല്ലെങ്കിൽ ആയുർവേദമാണ് നല്ലത് എന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് നമ്മൾ എന്താക്കണം, നമ്മൾ ഫോളോ ചെയ്യുന്ന, നമ്മൾ ബിലീവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്താക്കണം, അത് സ്ട്രിക്ട്ലി ആ ഒരു പ്രിൻസിപ്പിൾസിൽ വേണം നമ്മൾ ഫോളോ ചെയ്യാൻ പോയി. പിന്നെ ബേസ്ഡ് ഓൺ റീജിയനാലിറ്റി നമ്മൾ WHO ക്ലാസിഫിക്കേഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും അതിൻ്റെ കുറച്ചും കൂടി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് റീജിയണൽ ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ഉപജില്ലാ ഹോസ്പിറ്റൽസ്, യൂണിയൻ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സെൻറ്റേഴ്സ്, കമ്മ്യൂണിറ്റി ക്ലിനിക്കുകൾ. ഓക്കെ, ഇത് റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഡിസ്ട്രിക്ട് ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലുള്ള എല്ലാവർക്കും സർവീസ് കിട്ടുന്നത്. ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിന് മാത്രമുള്ള ഹോസ്പിറ്റലുകൾ. ഉപജില്ല എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ഹോസ്പിറ്റൽസുകൾ. ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സുകളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയനാലിറ്റീനെ ബേസ് ചെയ്തിട്ട്. അപ്പം പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഒരു പെർട്ടിക്കുലർ പഞ്ചായത്തിനായിരിക്കും. അപ്പോൾ ആ പഞ്ചായത്തിലുള്ള ആൾക്കാരും അതിന് ചുറ്റുവട്ടമുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്. അത് കുറച്ച് ബ്ലോക്കൊക്കെ ആകുമ്പം ഇങ്ങനത്തെ 5 or 6 പഞ്ചായത്തുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ബ്ലോക്ക് ആകുന്നത്. ആ ബ്ലോക്കിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഫെസിലിറ്റീസും ബെഡ് കപ്പാസിറ്റിയൊക്കെ കൂടുതലുള്ളതായിരിക്കും നമ്മുടെ യൂണിയൻ ആൻഡ് ഫാമിലി വെൽഫെയർ സെൻറ്റേഴ്സ്. ഇതേപോലെ 5 or 6 യൂണിയൻ ആൻഡ് ഫാമിലി വെൽഫെയർ സെൻറ്റേഴ്സുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസിന് തേർഡ് റെഫറൽ ആയി വരുന്നതാണ് നമ്മുടെ ഉപജില്ലാ ഹോസ്പിറ്റൽസുകൾ എന്ന് പറയുന്നത്. ഈ ഉപജില്ലാ ഹോസ്പിറ്റൽസുകൾ അതേപോലെ 4 or 5 ഉപജില്ലാ ഹോസ്പിറ്റൽസുകളുടെ അണ്ടറിൽ വരുന്നതാണ് ഡിസ്ട്രിക്ട്. അതായത് അവരുടെ എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസുകളാണ്. ഇപ്പോൾ നെക്സ്റ്റ് ലെവൽ ഓഫ് റെഫറൽ സിസ്റ്റമാണ്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെയും നെക്സ്റ്റ് ലെവലാണ് റീജിയണൽ ഹോസ്പിറ്റൽസ്. റീജിയണൽ ഹോസ്പിറ്റൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജസുകൾ പറയാം. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ്, ഓരോന്നിനെയും ബേസ് ചെയ്തിട്ടുള്ള ഫർദർ ക്ലാസിഫിക്കേഷൻസുകളും പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് ഹോസ്പിറ്റലിലെ ഫങ്ഷൻസുകളാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഫങ്ഷൻസ് പറയുമ്പോൾ തന്നെ ഇതിനെ കാറ്റഗറൈസ് ചെയ്യണം. നമുക്ക് എങ്ങനെ ഫങ്ഷൻസിനെ കാറ്റഗറൈസ് ചെയ്യാം? ഓക്കെ, നമുക്ക് സപ്പോസ് ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സർവീസുകൾ, അതിന് നമുക്ക് ഒരു ടൈപ്പ് ഓഫ് ഫങ്ഷൻ. ഹോസ്പിറ്റലിൽ പുറത്ത് നിന്ന് കിട്ടുന്ന സർവീസുകളും ഉണ്ടാകും. അപ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് ഫങ്ഷൻസുകൾ. അപ്പോൾ നമ്മൾ ബേസിക്കലി ഹോസ്പിറ്റൽ ഫങ്ഷനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇൻട്രാമ്യൂറലും അതേപോലെ എക്സ്ട്രാമ്യൂറലും. ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെർമിനോളജി പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സൈഡ്. മ്യൂറൽ എന്ന് പറയുന്നത് വാൾസുകളാണ്, ചുമരുകളാണ്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ചുമരുകൾക്കുള്ളിൽ നിന്ന്, അതായത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റികളെ ഫങ്ഷൻസുകളെയാണ് നമ്മൾ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്നും, പുറത്ത് നിന്ന് കിട്ടുന്ന, പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ പുറത്തുനിന്നല്ല, ആ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് കിട്ടുന്നതാണ് എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസുകൾ എന്ന് പറയുന്നത്. അപ്പം ഓരോ ഫങ്ഷൻസിനും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അതിൻ്റെ എക്സാമ്പിൾസുകളിലോട്ട് നമുക്ക് കിടക്കാം. First one, intramural functions. Intramural functions encompasses activities within the hospital premises that play a crucial role in patient care, treatment and training. ഇപ്പം ഹോസ്പിറ്റലിൻ്റെ വാളിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടുന്ന സർവീസസുകൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പേഷ്യൻ്റ് കെയർ, ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ട്രെയിനിങ്ങുകളെ ഹെൽപ്പ് ചെയ്യുന്നതാക്കാം. അതിനെ നമ്മൾ ഫെർദർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് റെസ്റ്റോറേറ്റീവ് ഫങ്ഷൻസ്, പ്രിവെൻറ്റീവ് ഫങ്ഷൻസ്, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, റിസർച്ച് ഫങ്ഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഓരോന്നിലോട്ടും പോകാം. എന്താണ് റിസർച്ച് ഫങ്ഷൻസ്? റിസർച്ച് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്തും അല്ലെങ്കിൽ ഡിസീസസ് കണ്ടീഷനെയും കുറിച്ചിട്ടുള്ള റിസർച്ചസുകൾ നടത്തുന്ന, ട്രെയിനിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, ഡോക്ടേഴ്സിനെ ടീച്ച് ചെയ്യുക, പാരാമെഡിക്കൽസിനെ ടീച്ച് ചെയ്യുന്ന ഫങ്ഷൻസ്. പ്രിവെൻറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. റെസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി വന്നതിനെ നമ്മൾ റീസ്റ്റോർ ചെയ്യാണ്, പഴയ കണ്ടീഷൻസിലോട്ട് തന്നെ ആക്കുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾസുകൾ റെസ്റ്റോറേറ്റീവ് ഫങ്ഷൻസിൽ വരുന്നത് ഡയഗ്നോസ്റ്റിക് സർവീസസുകളാണ്, ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്, റീഹാബിലിറ്റേറ്റീവ് സർവീസസുകളാണ്, കെയർ ഓഫ് എമർജൻസീസുകളാണ്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രോഗനിർണയത്തിന് വേണ്ടിയിട്ട്, ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി വന്ന അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, റീഹാബിലിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പഴയ സ്റ്റേറ്റിലോട്ട് എത്തിക്കുന്നതാണ്. ഇപ്പോൾ ഒരാളുടെ കാല് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അയാൾക്ക് നടക്കാൻ പറ്റാതാവരുത്, നമുക്ക് എന്താക്കാം, ഒരു വെപ്പുകാല് വെച്ചിട്ട് അവരുടെ നടത്തം റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരു മസിൽസിൻ്റെ ഇഞ്ചുറി വന്നു, അപ്പോൾ നമ്മൾ അതിൻ്റെ മസാജൊക്കെ ചെയ്തിട്ട് ആ മസിൽസ് പ്രോപ്പർ ചെയ്യുന്നതാണ് റീഹാബിലിറ്റേറ്റീവ്. നമ്മൾ പഴയ സ്റ്റേറ്റിലോട്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പഴയ സ്റ്റേറ്റിലോട്ട് വരുന്നതിനെയാണ് റീഹാബിലിറ്റേഷൻസ് ചെയ്യുക എന്ന് പറയുന്നത്. അതേപോലെ എമർജൻസി ട്രീറ്റ്മെൻറ്റ് സർവീസസുകൾ നൽകുന്നുണ്ട്. നെക്സ്റ്റ് പ്രിവെൻറ്റീവ് ഫങ്ഷൻസ്, അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസാണ് നമ്മുടെ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസസ്, ലോങ് ടേം ഡിസീസുകൾ തടയുക, ഹെൽത്ത് എഡ്യൂക്കേഷന്, ഒക്കുപേഷണൽ ഹെൽത്ത് ഡിസീസസിനെ കുറിച്ചിട്ട് അവയർനെസ് കൊടുക്കുക. തേർഡ് വൺ ട്രെയിനിങ്, മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്, സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, നേഴ്സസ്, മിഡ് വൈഫ്സ്, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, അതേപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻസ്. ഇനി റിസർച്ച് ആക്ടിവിറ്റീസിൽ പറയുന്നത് എക്സ്പ്ലോറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്, ക്ലിനിക്കൽ മെഡിസിൻസ്, ഹോസ്പിറ്റൽ പ്രാക്ടീസസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നമുക്കിനി എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസിലോട്ട് പോകാം. എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസ് എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ ഹോസ്പിറ്റൽ വാൾസ്. നമ്മുടെ ഹോസ്പിറ്റൽ സർവീസ് ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൻ്റെ പുറത്ത് നിന്ന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എക്സ്ട്രാ മ്യൂറൽ സർവീസസുകൾ എന്ന് പറയുന്നത്. റീച്ചിങ് ഔട്ട് ടു ദ കമ്മ്യൂണിറ്റി ഓഫറിങ് എ വൈറ്റൽ ഹെൽത്ത് കെയർ സർവീസസുകൾ. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസുകളാണ് ഔട്ട് പേഷ്യൻറ്റ് സർവീസുകൾ, ഹോം കെയർ സർവീസുകൾ, ഔട്ട്റീച്ച് സർവീസസുകൾ, മൊബൈൽ ക്ലിനിക്സ്, ഡേ കെയർ സെൻറ്റേഴ്സ്, നൈറ്റ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കെയർ ക്യാമ്പുകൾ. സപ്പോസ് ഒരു ഹോസ്പിറ്റലിൻ്റെ ക്യാമ്പുകൾ നമ്മുടെ നാട്ടിൽ വന്ന് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സസുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതല്ല, മറിച്ച് അവർ ഹോസ്പിറ്റലുകാർ നമ്മുടെ ഏരിയാസിലോട്ടോ നമ്മുടെ വീട്ടിലോട്ടോ വന്നിട്ട് ചേരുന്ന സർവീസുകളാണ്. അങ്ങനെയുള്ള സർവീസസുകളെയാണ് നമ്മൾ എക്സ്ട്രാ മ്യൂറൽ സർവീസസുകൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസുകളാണ് ഔട്ട് പേഷ്യൻറ്റ് സർവീസസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യൻറ്റ് സർവീസസ് അല്ല, ഇതിൻ്റെ കമ്മ്യൂണിറ്റി ക്ലിനിക്കുകളാണ്. ഹോം കെയർ സർവീസസുകൾ, ഹോം കെയർ എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ വന്നിട്ട്, ഇപ്പം വയസ്സായിട്ടുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ, അവരെന്താണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ എന്താണ് ഹോം കെയർ ഫെസിലിറ്റികൾ, ഡോക്ടറും നഴ്സസൊക്കെ വീട്ടിൽ വന്ന് അവരെ പരിചരിക്കുന്നു. അങ്ങനെയുള്ള സർവീസസുകളെയാണ് നമ്മൾ ഹോം കെയർ സർവീസസുകൾ എന്ന് പറയുന്നത്. ഔട്ട്റീച്ച് സർവീസസുകൾ, വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയാസ്, അവിടെ ഹോസ്പിറ്റലുകളൊന്നും ഇല്ലാത്ത ഏരിയാസിൽ മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുന്നതാണ് ഔട്ട്റീച്ച് സർവീസസുകൾ. മൊബൈൽ ക്ലിനിക്കുകൾ, സഞ്ചരിക്കുന്ന ഹോസ്പിറ്റലുകളും, അതായത് അവിടെ എന്താണ് ഓരോ ദിവസം ഓരോ ഏരിയാസിലായിരിക്കും അവർ കവർ ചെയ്യുന്നത്. ഡേ കെയർ സെൻറ്റേഴ്സ്, പകലുകൾ മാത്രം, അതും ഇതേപോലെ റൂറൽ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ ഔട്ട്റീച്ച് ഹോസ്പിറ്റൽസുകളോ ആകാം. നൈറ്റ് ഹോസ്പിറ്റൽസ്, ഇപ്പം
സ്ഥിരമായിട്ടൊരു ആക്സിഡൻറ്റ് നടക്കുന്ന ഏരിയാസിൽ നമ്മളൊരു നൈറ്റ് ക്ലിനിക്കുകൾ തുടങ്ങും. അത് ഫുൾ ഹോസ്പിറ്റലിൻ്റെ ഫുൾ ഫങ്ഷൻ ചെയ്യുന്നില്ല, മറിച്ച് രാത്രികളിൽ എമർജൻസി ട്രീറ്റ്മെൻറ്റ്സുകൾ കൊടുക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് അവരെന്തൊക്കെ എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് മെഡിക്കൽ കെയർ ക്യാമ്പ്സ് നടത്തുന്നത്. ഇപ്പോൾ രോഗനിർണയത്തിന് നമുക്ക് പൊതുവേ കാണാറുള്ളതാണ്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അവയർനെസ്സുകൾ, അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ അവയർനെസ്സുകൾ, ഹൈപ്പർ ടെൻഷൻ അവയർനെസ് ക്യാമ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഹോസ്പിറ്റൽസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസുകൾ പഠിച്ചു, അതേപോലെ അതിൻ്റെ ഫങ്ഷൻസുകളും പഠിച്ചു. ഇനി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഈ ഹോസ്പിറ്റൽസുകളിൽ ഉണ്ടാകണം. അപ്പോൾ ഈ ഇൻഡിവിജ്വൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. അപ്പോൾ അവരാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ആരൊക്കെയാണ് പൊതുവേ ഉണ്ടാവാറ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നിങ്ങളെല്ലാവരും എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ പോയായിരിക്കും. അവിടുന്ന് സർവീസ് തരാൻ വേണ്ടിയിട്ട് ഓരോ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഇപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സുകളുണ്ട്, അവരെ അസിസ്റ്റ് ചെയ്യാൻ നേഴ്സസുകളുണ്ട്, അതേപോലെ തെറാപ്പിസ്റ്റുകൾ, ഫാർമസിസ്റ്റുകൾ, ടെക്നീഷ്യൻസ്, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾ. ഓരോരുത്തരുടെ ഇമ്പോർട്ടൻസും അതേപോലെ അവരുടെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡേയ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഡോക്ടേഴ്സ്. ഇപ്പോൾ ഡോക്ടേഴ്സാണ് ഒരു ഹെൽത്ത് കെയറിൻ്റെ ഏറ്റവും ഫ്രണ്ട് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നത് അല്ലെങ്കിൽ എല്ലാ സർവീസസുകളും നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഹോസ്പിറ്റലിലെ ഈ ഡോക്ടേഴ്സ് വഴിയാണ്. അപ്പം they undergo extensive education and training including years of medical studies and practical experience. There are several types of doctors. അപ്പം ഡോക്ടേഴ്സ് ഡിഫറെൻറ്റ് രീതികളിലാണ്. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ക്വാളിഫിക്കേഷൻസ് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ആദ്യം അവർക്കൊരു മെഡിക്കൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് MBBS, BDS, BMS ഏത് പ്രാക്ടീസാണോ അതിനനുസരിച്ചിട്ടുള്ളൊരു മെഡിക്കൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അവർ പിന്നെ എന്താക്കണം, നമ്മുടെ ബോഡി ഉണ്ട്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽസ്, അതേപോലെ നമ്മുടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, NMC എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ ബോഡീസുകളുണ്ട്. ഈ ബോഡിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ഈ നമ്പറാണ് അവരെ ഡോക്ടറായിട്ട് സ്ഥിരീകരിക്കുന്നത്. ഓക്കെ. ഇനി MBBS കഴിയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ആണ്. അവരൊരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും ഡീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ്, ഒരു പെർട്ടിക്കുലർ ശരീരത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും അതിൻ്റെ അസുഖങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സുകളെ കുറിച്ച് പഠിക്കുന്നവരാണ് സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പം ഹൃദയത്തിൻ്റെ ഫങ്ഷനിങ്, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രക്ചറുകൾ, എന്തൊക്കെ അസുഖങ്ങൾ വരാം, അസുഖം വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ പഠിക്കുന്നത് ഹൃദയത്തിനെ കുറിച്ച് മാത്രമായിരിക്കും. അവരെ അങ്ങനെ പഠിച്ചിതാക്കുന്നവരെയാണ് നമ്മൾ സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു ഡിഗ്രിയാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. അത് നമുക്ക് ഏകദേശം MBBS കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MDS കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 വർഷത്തെ ഡിഗ്രി ആയിരിക്കും. MBBS എന്ന് പറയുന്നത് 6 വർഷം എടുക്കുന്ന ഒരു ഡിഗ്രിയാണ്. അത് കഴിഞ്ഞിട്ട് 3 വർഷമാണ് നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഡിഗ്രി പഠിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അവരെന്ന് പറയുന്നത് പിന്നെയും 3 വർഷത്തെ ഒരു സ്റ്റഡി കഴിഞ്ഞിട്ടാണ് സൂപ്പർ സ്പെഷ്യലിസ്റ്റുകൾ ആകുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. നമുക്ക് BD റാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോമിനൻ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അവരുടെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. നെക്സ്റ്റ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡോക്ടേഴ്സ് ഡേ ഒക്കെ ആചരിക്കുന്നത്? നമ്മുടെ സൊസൈറ്റിയിലോട്ട് ഡോക്ടറുകൾ ചെയ്ത സർവീസസുകളും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവരെ ആദരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ്, nurses. Nurses are the integral to a patient care and are found not only in hospitals but also in doctors' offices. They work closely with patients, providing crucial support and care. അപ്പം nurses എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നഴ്സിംഗ് കെയർ കൊടുക്കുന്നത്. ഡോക്ടർമാർ അവരുടെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തു ഇതൊക്കെ ആക്കിയിട്ട്, പക്ഷെ പരിചരിക്കുന്നത് ഫുള്ള് ഡോക്ടേഴ്സ് അല്ല, അവിടെ നേഴ്സസുകളാണ്. അതേപോലെ അവിടെ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതും നേഴ്സസാണ്. അപ്പോൾ ഡോക്ടേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന ഒരു കാറ്റഗറി ഓഫ് സ്റ്റാഫുകളാണ് നേഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, എന്തൊക്കെയാണ് ഒരു നേഴ്സസിൻ്റെ
ഫങ്ഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റികൾ എന്ന് നോക്കാം. ട്രെയിൻഡ് ആൻഡ് രജിസ്റ്റേർഡ് നഴ്സസ് ദേ പെർഫോം വേരിയസ് ടാസ്ക് ഇൻക്ലൂഡിംഗ് മെഷറിംഗ് ബ്ലഡ് പ്രഷർ, കണ്ടക്ടിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ്, ഡ്രോയിങ് ബ്ലഡ് മോ. നെക്സ്റ്റ്, നഴ്സസ് റോൾസ് ഇൻ പേഷ്യൻ്റ് കെയർ ആർ വൈറ്റൽ ഫോർ റിക്കവറി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രിലിമിനറി ടെസ്റ്റുകൾ, അസസ്മെൻറ്റ്സുകൾ എന്നുള്ളതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസുകളാണ് ബ്ലഡ് പ്രഷർ നോക്കുക, ടെമ്പറേച്ചർ നോക്കുക, ബ്ലഡ് ടെസ്റ്റുകൾ നോക്കുക, നമ്മുടെ ഡ്രസ്സിങ്ങുകൾ ചെയ്യുക, ഇൻ പേഷ്യൻസുകൾക്ക് മരുന്നുകൾ എടുത്ത് കൊടുക്കുന്നത്, എല്ലാം ഹെൽപ്പുകളും ചെയ്യുന്നത് നഴ്സസുകളായിരിക്കും. ഇനി ക്വാളിഫിക്കേഷൻസിലോട്ട് പോകുമ്പോൾ നമുക്ക് നഴ്സിംഗ് ക്വാളിഫൈ ആകാൻ വേണ്ടിയിട്ട് ബേസിക്കലി നമുക്ക് 3 ടൈപ്പ് ഓഫ് ഡിഗ്രികളുണ്ട്. 2 ഡിപ്ലോമ ഡിഗ്രികളും 1 അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയും. ഡിപ്ലോമ ഡിഗ്രികൾ ANM, GNM എന്ന് പറയപ്പെടുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രികൾ BSc ആയിട്ടാണ് നൽകപ്പെടുന്നത്. അപ്പം ANM ആകുമ്പോൾ ഒരു 2 ഇയർ കോഴ്സസ് ആയിരിക്കും, GNM ഒരു 3 ഇയർ കോഴ്സസ് ആയിരിക്കും, BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു 4 വർഷത്തെ കോഴ്സസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് PGയും ചെയ്യാം. BSc ചെയ്തവർക്ക് മാത്രമേ MSc ചെയ്യാൻ പറ്റുകയുള്ളൂ, അതായത് അവരുടെ മാസ്റ്റർ ഡിഗ്രി. അതൊരു 2 വർഷത്തെ കോഴ്സായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് അവരെന്താക്കണം, അവരുടെ പെർട്ടിക്കുലർ ബോഡി ഉണ്ട്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽസുകളുണ്ട്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽസ് പോയിട്ട് അവർ രജിസ്റ്റർ ചെയ്യണം. ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു വാലിഡ് ആയിട്ടുള്ളൊരു നേഴ്സായിട്ട് നമുക്ക് ഇന്ത്യയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ നേഴ്സസിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ ഉണ്ട്. മെയ് 12-ന് ഫ്ലോറൻസ് നൈറ്റിംഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നേഴ്സസിൻ്റെ ബർത്ത്ഡേയാണ് നമ്മൾ ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പം ഫ്ലോറൻസ് നൈറ്റിംഗൽ എന്ന് പറയുന്നത് പണ്ട് ഒരു ക്രിമേറിയൻ വാർ ഉണ്ടായിരുന്നു. ഈ ക്രിമേറിയൻ വാറിൻ്റെ സമയത്ത് വാറ് കാരണം കുറേ ആർമികൾക്ക് ഇഞ്ചുറി പറ്റി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെത്തുകൾ സംഭവിക്കുമായിരുന്നു. ഇൻഫെക്ഷൻസ് കാരണം, ഇൻഫെക്ഷൻസ് വന്നാൽ അത് സെപ്റ്റിക്കായി ഡെത്തുകൾ സംഭവിക്കുമായിരുന്നു. പക്ഷേ ഈ നേഴ്സസ് കുറേ ഇൻട്രൊഡക്ടറി പ്രാക്ടീസസുകൾ നമ്മുടെ ഹെൽത്ത് കെയറിന് സംഭാവനകൾ ചെയ്തു. ആ പ്രാക്ടീസസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സമയത്തുണ്ടായ ഡെത്ത് റേറ്റുകൾ വളരെ കുറക്കാൻ പറ്റി. ആ പ്രാക്ടീസസുകളാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നത്. അപ്പം ഫ്ലോറൻസ് നൈറ്റിംഗലാണ് നമ്മൾ മോഡേൺ മെഡിസിന് ഉത്ഭവം കൊടുത്തത് എന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആദരവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ മെയ് 12-ന് വേണ്ടിയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഏതൊരു നേഴ്സും അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു നൈറ്റിംഗൽ പ്ലെഡ്ജ്, നമ്മൾ സ്കൂൾസുകളൊക്കെ രാവിലെ പ്ലെഡ്ജ് എടുക്കാറുണ്ടല്ലോ, ഇന്ത്യ ഇസ് മൈ കൺട്രി, ഐ ലവ് മൈ കൺട്രി എന്നൊക്കെ പറഞ്ഞ് അതേപോലെയുള്ള ഒരു പ്ലെഡ്ജ് അവരും എടുക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് നൈറ്റിംഗൽ പ്ലെഡ്ജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറി ഓഫ് സ്റ്റാഫുകളാണ് ഫാർമസിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ്, ആരാണ് ഈ ഫാർമസിസ്റ്റ്? ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രഗ്സ് അതല്ലെങ്കിൽ ആ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ കണ്ടൻസുകൾ, അതിനെക്കുറിച്ചിട്ടായിട്ടുള്ള എക്സ്റ്റെൻസീവ് നോളജ് ഉള്ള ഇൻഡിവിജ്വൽസുകളെയാണ് നമ്മൾ ഫാർമസിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ഫാർമസിസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻസിലോട്ട് വരുമ്പം ഫാർമസിസ്റ്റുകൾക്ക് നമുക്ക് ഡിപ്ലോമ ഡിഗ്രികളുണ്ട്, അതേപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രികളുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രികളുണ്ട്. നെക്സ്റ്റ്, അവരുടെ ഫങ്ഷൻസ്, അവർ മെഡിക്കേഷൻസ് ഡിസ്പെൻസ് ചെയ്യുന്നു. പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഡോക്ടേഴ്സാണ്. അതേപോലെ അഡ്വൈസ് ചെയ്യുന്നത്, കൊളാബറേറ്റ് ഡോക്ടറുമായിട്ട് കൂടി ചേർന്ന് ഇൻട്രാക്ഷൻസുകൾ, ഓഫറിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് മെഡിക്കേഷൻ യൂസസ്. നമ്മൾ വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് സെപ്റ്റംബർ 25-നാണ്. നെക്സ്റ്റ് വരുന്നത് തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഓഫ് പീപ്പിൾസുകളാണ്. നമുക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? പെർട്ടിക്കുലർ ഓക്സിലറി സർവീസസുകളാണ് നൽകുന്നത്. ഡോക്ടർ ചെയ്ത ട്രീറ്റ്മെൻറ്റ്സുകളോ ഇതിനെയോ പറ്റിയിട്ട് അവരെന്താക്കണം, അവർ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഒരു സർജറി കഴിഞ്ഞു, സപ്പോസ് ഒരു പേഷ്യൻറ്റിന് എന്ത് പറ്റി, ഒരു എല്ല് ഫ്രാക്ചറായി. ഈ ഫ്രാക്ചറിന് എന്താണ് ഡോക്ടർ കൂട്ടിച്ചേർത്ത് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തു. വൺസ് അതൊക്കെ ഹീലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫങ്ഷൻസ് ചിലപ്പോൾ റെസ്ട്രിക്റ്റഡ് ആകാൻ ചാൻസസ് ഉണ്ട്.
പൊതുവേ ഈ കൈയൊക്കെ പൊട്ടിയിട്ടുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം. അവരൊരു മാസം ഇല്ല 2 മാസത്തെ പ്ലാസ്റ്ററൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ കൈ ഫുള്ളായിട്ട് അവർക്ക് നിവർത്താൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് നിവർത്താൻ വേണ്ടിയിട്ട് അതാണ് ഫങ്ഷൻ. ആ ഫങ്ഷന് നമുക്ക് പ്രോപ്പറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ് തെറാപ്പിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിയോളജി അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സിനുകളൊക്കെ, സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുകൾ ഉണ്ടാകുന്നതാണ്. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത് ടെക്നീഷ്യൻസ് ആണ്. ഈ ടെക്നോളജിസ്റ്റ്, ലബോറട്ടറി ടെക്നീഷ്യൻ, ഇമേജിംഗ് ടെക്നീഷ്യൻ. ഇപ്പോൾ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗ്നോസ് ചെയ്യുന്നവരാണ്. ഡോക്ടറിനെ ഹെൽപ്പ് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് ടെക്നീഷ്യൻ, ലബോറട്ടറി ടെക്നീഷ്യൻ, അവരാണ് എന്താക്കുന്നത്, നമ്മുടെ ബ്ലഡ്, യൂറിൻ സാമ്പിൾസ് അനലൈസ് ചെയ്തിട്ട് അവരുടെ ഡോക്ടേഴ്സിന് റിപ്പോർട്ട്സുകൾ നൽകുന്നത്. റേഡിയോളജി ടെക്നീഷ്യൻ, MRI, CT ഒക്കെ എടുക്കുന്നത് റേഡിയോളജി. ഫാർമസി ടെക്നീഷ്യൻ, മെഡിസിൻസ് അതിൻ്റെ പ്രിസ്ക്രൈബിങ് ഫാർമസി. ഇവരാണ് നമ്മുടെ രോഗനിർണയത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നത്. ഈ ടെക്നീഷ്യൻസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞിട്ട് ഡോക്ടറിൻ്റെ രോഗനിർണയത്തിൽ വ്യത്യാസം വരും. രോഗനിർണയം വ്യത്യാസം വരുമ്പോൾ അവരുടെ പ്രോട്ടോകോൾസുകളും മാറും. മരുന്നുകളിൽ വ്യത്യാസം. ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന സ്റ്റാഫുകളാണ്. നമുക്ക് നെക്സ്റ്റ് ആയി വരുന്നതാണ് നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാറ്റഗറി ഓഫ് സ്റ്റാഫ്സുകൾ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകളാണ് ശരിക്കും ഒരു ഹോസ്പിറ്റലിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. കാരണം അവരാണ് ഹോസ്പിറ്റലിന് സ്ട്രക്ചർ കൊടുക്കുന്നത്. പേഷ്യൻസുകൾ എപ്പോൾ വരണം, ഏതൊക്കെ ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കണം, എപ്പം നടക്കണം, ആ സർജറിയിൽ ഏത് ഡോക്ടറാണ് ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റാഫുകൾ വരണം, അറിയാമോ? കുറേ സ്റ്റാഫുകൾ, കുറേ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഫുള്ള് ഹാൻഡിൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അവരെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ആണ് ഹോസ്പിറ്റലിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഒരു ഡോക്ടേഴ്സ് ഉണ്ടായില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഹോസ്പിറ്റലിനെ ഫുള്ളായിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. അത് റൺ ചെയ്യണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ നമ്മൾ പഠിച്ച ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആകാം, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ് ആകാം, ക്വാളിറ്റി ആകാം, ഇല്ലെങ്കിൽ പർച്ചേസ് ആകാം. ഈ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ സ്റ്റാഫുകൾ എല്ലാവരെയാണ് നമ്മൾ എന്താക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് അപ്പോയിൻമെന്റ്, പേയ്മെന്റ്സ്, കോർഡിനേറ്റിംഗ്, ഹെൽത്ത് ഇൻഷുറൻസ്, ലൈസൻസിംഗ്, സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് വിതൗട്ട് an effective administration support healthcare facility challenge. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് അത് ഒരിക്കലും ഒരു ഹോസ്പിറ്റൽസിന്റെ ബാക്ക് ബോൺ സപ്പോർട്ട് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പം നിങ്ങളെല്ലാവരും നാളത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളാണ്. നിങ്ങളും ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, ആ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഇമ്പോർട്ടൻ്റ്. കാരണം ഈ സ്ട്രക്ചറുകളൊന്നും അറിയാതെ നമുക്ക് ഹോസ്പിറ്റൽ ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിൻ്റെ മുന്നേ നമ്മൾ റീക്യാപ്പ് ചെയ്യും. ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മൾ ഹോസ്പിറ്റലുകൾ എന്താണെന്നും ഹോസ്പിറ്റൽ നെക്സ്റ്റ് നമ്മൾ ഹോസ്പിറ്റൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഡിഫറെൻറ്റ് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ, സബ് ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ഫങ്ഷൻസുകളാണ്. ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ, എക്സ്ട്രാമ്യൂറൽ. ഇതോടുകൂടി ഹോസ്പിറ്റൽസിന്റെ ബേസിക്സ്. പിന്നെ നമ്മൾ മൂവ് ചെയ്ത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ കുറിച്ചിട്ട്. എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റാഫുകളാണ് ഹോസ്പിറ്റൽ, അതിൻ്റെ കാറ്റഗറി, അതിൻ്റെ ബാക്ക് ബോണായി നിൽക്കുന്നത്, ഫോർ ഫ്രണ്ട് ആയിട്ട് നിൽക്കുന്നത്, ഹെൽപ്പിംഗ് സ്ട്രക്ചേഴ്സുകൾ ആരൊക്കെ, അവരുടെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സുകളെ കുറിച്ച് പോയി, ക്വാളിഫിക്കേഷൻസുകളെ കുറിച്ച്. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സസ്. എല്ലാവർക്കും
എന്തെങ്കിലും ഡൗട്ട്സ് ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു all.